പകലൊരിത്തിരി നിന്റെ പെങ്ങളുമായിട്ട് സല്ലപിച്ച് രാത്രിയായ കുടിച്ച് ഓവറായിട്ട് ജാനകിയുടെ വീട്ടിലേക്ക് വന്ന വിവേകിന്റെ ഇപ്പോഴത്തെ പതിവ്. നിരനിരയായി വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് മദ്യം തുളുമ്പാതെ ഒഴിക്കുന്നതിനിടെ മുഖമുയർത്താതെ അരുൺ പറഞ്ഞപ്പോൾ വിഷ്ണുവിന്റെ മനസ്സിൽ സംശയത്തിന് നുരകൾ ഉയർന്നു. ജാനകി? വിഷ്ണു സംശയം നിറഞ്ഞ ചോദ്യത്തോടെ ഫ്രണ്ട്സുകളെ നോക്കിയപ്പോൾ നിറച്ച ഗ്ലാസുകൾ കയ്യിലെടുത്ത് അവർ പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്ത്. ആരാണ് ജാനകി? ഫ്രണ്ട്സുകൾക്കിടയിൽ നിന്ന് ഉത്തരമില്ലെന്ന് കണ്ട വിഷ്ണുവിന്റെ ശബ്ദത്തിന് കനവിച്ചിരുന്നു. നീ ഇതാദ്യം ചേഴ്സ് പറഞ്ഞ അങ്ങോട്ടേക്ക് പിടിപ്പിക്കുക, കഥകളൊക്കെ അതിന് ശേഷമാവാം. അവന് നേരെ മധ്യ ഗ്ലാസ് നീട്ടി മനോജ് പറഞ്ഞപ്പോൾ വിഷ്ണു നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അറിയാനുള്ള ഇവരാരെങ്കിലും പറഞ്ഞറിയും, അതിനേക്കാൾ നല്ലത് നമ്മൾ പറയുന്ന. അരുൺ മനോജിനെ നോക്കി പറഞ്ഞപ്പോൾ ശരിയാണെന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. നീ കുവൈറ്റിലേക്ക് പോയി 2 വർഷത്തിനടുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഗ്രാമത്തിൽ സംഭവിച്ചു. അതിലൊന്ന് ജാനകിയുടെ വരവ്. അരുൺ പറയുന്നതും കേട്ട് മിടിക്കുന്ന ഹൃദയത്തോടെ വിഷ്ണു ഇരുന്നു. പാടത്തിൽ നിന്ന് വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ പോലും ദേഹം പൊള്ളുന്ന പോലെ അവന് തോന്നി. ഇനി ആദ്യം ചേഴ്സ് പറയേ, ബാക്കി കഥകളൊക്കെ പിന്നെ. അതും പറഞ്ഞ് മനോജ് മധ്യ ഗ്ലാസ് അവന് നേരെ നീട്ടിയതും അരുൺ മനോജിനെ അനുകൂലിച്ചു. അതാ അതിന്റെ ശരി വിഷ്ണു, നീ ഒപ്പല്ലാണ്ട് ഇത് 2 വർഷത്തെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാ നിന്നെ ഞങ്ങൾ ഈ പാടവരമ്പത്ത് കാത്തിരുന്ന്. അതിനിടയ്ക്ക് മറ്റൊരു ശോകം, അത് ശരിയാവൂല വിഷ്ണു. അരുണിന്റെ സംസാരം കേട്ടതും വിഷ്ണു അവനിൽ നിന്ന് മനസ്സോടെ മധ്യ ഗ്ലാസ് വാങ്ങി ചേഴ്സ് പറഞ്ഞു. ഇനി പറ, ആരാ ജാനകി? ഒന്നും ഒളിക്കാതെ എന്നോട് പറയണം. 2 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ലീവിന് വന്ന ഞാൻ വീട്ടിൽ കൂടി പോകാൻ നേരം ഇങ്ങോട്ടേക്കാ വന്ന്. അതാണ് നമ്മുടെ സ്നേഹത്തിന്റെ ആഴം. ആ സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്നോട് സത്യം മാത്രമേ പറയൂ. പറഞ്ഞു തീർന്ന മധ്യ ഗ്ലാസ് വായിലേക്ക് അമിഴ്ത്തി അവൻ. അരുണും മനോജ് അവൻ കുടിക്കുന്നുണ്ട് അന്താളിപ്പോടെ പരസ്പരം നോക്കി. മദ്യം പോകുന്ന വഴികൾ കത്തിയെരിയുന്ന പോലെ തോന്നിയപ്പോൾ നെഞ്ചിൽ തടവിക്കൊണ്ട് വിഷ്ണു സ്നേഹിതരെ നോക്കി. പറയാനുള്ളത് കേൾക്കാനെന്ന വണ്ണം. ദൂരേതോ ഗ്രാമത്തിൽ നിന്ന് 6 മാസം മുമ്പാണ് ജാനകിയോടെ വന്ന്. നെയ്ത്തുശാലയുടെ അടുത്തുള്ള വർഗീച്ച മുതലായിട്ട് ഒഴിഞ്ഞിടക്കുന്ന ആ വീട്ടിലാണ് താമസം ആരംഭിച്ച്. മദ്യം നുകർന്നുകൊണ്ട് പറയുന്ന അരുണിനെ നെഞ്ചിടിപ്പോടെ സാഗൂതം നോക്കിയിരുന്നു വിഷ്ണു. എൻ്റെ പെങ്ങള് ജീവയേക്കാൾ സുന്ദരിയാണോടാ ഈ ജാനകി? മനസ്സിടറി വിഷ്ണു ചോദിച്ചപ്പോൾ അരുണൊരു ചിരിയോടെ അവനെ നോക്കി. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ജീവയുടെ 7 അയലത്തിൽ നിൽക്കില്ല ജാനകി. പ്രായത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ജീവയുടെ 3 ഇരട്ടിയോളം വരും ജാനകിക്ക്. അരുൺ പറഞ്ഞു തീർന്നപ്പോൾ ശ്വാസമെടുക്കാൻ മറന്നിരുന്നു വിഷ്ണു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അരുൺ. ഗ്ലാസ്സിലേക്ക് മദ്യം പകർത്തി ഭ്രാന്താവസ്ഥയോടെ വിഷ്ണു പുലമ്പി. ജാനകി ആളൊരു പോക്ക് കേസാ. ഓസിക്കാരി നടക്കാൻ അവർക്ക് മുതലാളി അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അരുൺ പറഞ്ഞപ്പോൾ അലറുന്ന കടൽ പോലെയായി തീർന്നു വിഷ്ണുവിന്റെ മനസ്സ്. അവനെങ്ങനെ ആ പെണ്ണുമായിട്ട് കണക്ഷനിലായി? വിഷ്ണുവിന്റെ ചോദ്യം കേട്ടതും അവർ കുറ്റബോധത്തോടെ തലകുമ്പിട്ടിരുന്നു. ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നത്. കുടിച്ച് കിണ്ടിയായപ്പോൾ ഞങ്ങളാ അവനെ വിളിച്ച് അവരുടെ അടുത്തേക്ക് പോയത്. ഒരു നിമിഷത്തിന് ശേഷം അരുൺ തല ഉയർത്തി നഷ്ടബോധത്തോടെ വിഷ്ണുവിനെ നോക്കി. ഇപ്പം ഞങ്ങളൗട്ട്. അവനെപ്പോഴും അവിടെ സുഖവാസം. കഴിപ്പും കിടപ്പും അവിടെ തന്നെയാ. ചോദിക്കാനും ശാസിക്കാനും അവൻ്റെ വേണ്ടപ്പെട്ടവർ ഈ ഭൂമുഖത്തില്ലല്ലോ. അവർ പറയുന്നൊന്നും വിഷ്ണു കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിലപ്പോൾ അനിയത്തി ജീവയുടെ മുഖമായിരുന്നു. വിഷ്ണുവിൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നപ്പോഴായിരുന്നു വിവേക് ആദ്യമായി ജീവയെ കാണുന്നത്. അതൊരു പ്രണയമായി മാറിയത് വിഷ്ണു പോലും അറിയാതെയാണ്. അല്ലെങ്കിലും വഴിയരികിൽ പൂവാലന്മാർ ശല്യപ്പെടുത്തിയത് എന്നും വന്ന് പറയാറുള്ള അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉടലെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിഷ്ണു വിചാരിച്ചിരുന്നില്ല. കളിയാക്കിയവർക്ക് നന്നായി കൊടുത്തില്ലേ എന്ന് അവൾ ആവേശത്തോടെ ചോദിക്കുമ്പോൾ അവളൊരു പുരുഷ വിദ്വേഷിയാണോ എന്ന് പോലും അവൻ സംശയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തി പ്രണയത്തിൽ ചാടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവൻ്റെ പൈസയും സമ്പത്തും കണ്ട് പെങ്ങളെ കൂട്ടിക്കൊടുക്കുകയാണെന്ന് പലരും രഹസ്യമായി പറയുന്നത് കേട്ടപ്പോൾ പോലും വിഷമം തോന്നിയില്ല. കാരണം കുട്ടിക്കാലം തൊട്ടേ അവനെ അറിയുന്നതാണ്. പെട്ടെന്ന് കോപം വരുമെങ്കിലും ആ മനസ്സ് നിറയെ നന്മകളാണെന്ന് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പം അവനെപ്പറ്റി കേൾക്കുന്നത് തെറ്റുപറ്റിയ തനിക്കാണോ ജീവക്കാണോ എന്ന സംശയത്തിൽ ഉഴറി നടന്നു വിഷ്ണു. ഈ കാര്യങ്ങളൊക്കെ ജീവക്കറിയോ? സംശയത്തിന്റെ തീപ്പൊരി മനസ്സിൽ കത്തിപ്പടം തുടങ്ങിയ നിമിഷത്തിൽ വിഷ്ണു അവരെ നോക്കി. അതറിയില്ല വിഷ്ണു, പക്ഷേ ഈ നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അരുണിന്റെ മറുപടി കേട്ടപ്പോൾ വിഷ്ണുവിന്റെ മനസ്സിൽ പിന്നെ ചോദ്യങ്ങൾ ഉയർന്നില്ല. നിശബ്ദമായ നിമിഷങ്ങൾക്കൊടുവിൽ മദ്യക്കുപ്പി കാലിയായപ്പോൾ വിഷ്ണു പതിയെ എഴുന്നേറ്റു. ഇടറുന്ന പാദങ്ങളോടെ കാറിനടുത്തേക്ക് നടന്നു. എന്തോ തീരുമാനിച്ചത് പോലെ ഒന്ന് പിന്തിരിഞ്ഞു. നിങ്ങൾ വാ, വർഗീച്ച മുതലാളിയുടെ അടുത്തേക്കൊന്ന് പോകണം. ഇന്നത്തോടെ എല്ലാം തീർത്ത ആ പിഴച്ച പെണ്ണിനെ ഈ നാട് കടത്തണം. വിഷ്ണു വിളിച്ചതും അവർ ആടിയാടി കാറിലേക്ക് കയറിയതും ഡ്രൈവർ അനിഷ്ടത്തോടെ തലചൊറിഞ്ഞുകൊണ്ട് കാറ് മുന്നോട്ടെടുത്തു. കാറ് കുറച്ച് മുന്നോട്ടോടിയതും എതിരെ കുട ചൂടി വരുന്നവരാരും ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾ പറഞ്ഞില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ നോക്ക്, വിവേകും ജാനകിയും ഒരു കൊടകീല വരുന്നത്. അരുൺ പറഞ്ഞു കേട്ടപ്പോൾ വിഷ്ണു കാറ് സൈഡിലാക്കി നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു.
കാറിന്റെ ഗ്ലാസും കയറ്റിയിരുന്ന അവർക്കരികിലൂടെ വിവേകും ജാനകി എന്തോ തമാശ പറഞ്ഞ് ചിരിച്ചു കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ വിഷ്ണു കാറിൽ നിന്നിറങ്ങാൻ തുടങ്ങിയതും അരുണും മനോജ് അരുതയെന്ന അർത്ഥത്തിൽ അവനെ പിടിച്ചു. കണ്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ പല്ലുകടിച്ച് വിഷ്ണു സീറ്റിൽ ചാരിക്കിടക്കുമ്പോൾ അരുൺ പറഞ്ഞ വഴികളിലൂടെ ഓടി വർക്കിച്ച മുതലാളിയുടെ കൊട്ടാരമ്പുള്ള വീടിന്റെ വിശാലമായ പോർച്ചിൽ കാർ ഒരു ഇരമ്പലോടെ നിന്നു. ആരൊക്കെയോ കാറിൽ നിന്നിറങ്ങുന്ന കണ്ട് ഭയന്ന് അകത്തേക്ക് കയറാനൊരുങ്ങിയ അയാളെ അരുൺ വിളിച്ചു. അരുണിനെ കണ്ടതും ഒരു ചമ്മിയ ചിരിയോടെ അയാൾ അവർക്കടുത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചു വിവേകിന്റെ ഗുണ്ടാചങ്ങാതികളാണെന്ന്. അവനും ജാനകി എന്നെ എടുക്കുന്ന ഇത്തിരി മുന്നേ ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. വർഗീച്ച മുതലാളിയുടെ സംസാരം കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെ വിഷ്ണു അരുണിനെ നോക്കി. മക്കളോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം, പെണ്ണുങ്ങൾ എനിക്കൊരു വീക്ക്നെസ്സാ. പ്രായമായതുകൊണ്ട് ഓടിയിടന്ന് പെണ്ണ് പിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോൾ മനസ്സെത്തുന്നിടത്തേക്ക് ശരീരം എത്തുന്നില്ല. അതുകൊണ്ടാ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്നിനെ ശരീരം എത്തുന്നിടത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ച്. അയാൾ തന്റെ നെഞ്ചിലെ നരച്ച രോമങ്ങൾക്കിടയിലൂടെ തടവിക്കൊണ്ട് അവരെ നോക്കി ഒരു വരണ്ട ചിരി ഉതിർത്തു. ഇപ്പം ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ താമസിപ്പിച്ച ജാനകി അവിടേക്ക് എന്നെ കടത്തുന്നില്ല. കാരണം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ ചങ്ങാതി അവിടെ കുടിയേറി പാർത്തോണ്ടാ നമ്മളെ തഴഞ്ഞെന്ന്. വർഗീച്ച മുതലാളിയുടെ ദുർബലമായ സംസാരം കേട്ടതും ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ വിഷ്ണു കൂട്ടുകാരെ നോക്കി. വിവേകിന്റെ നിഴൽ കണ്ടാൽ പോലും പ്രാണഭീതിയോടെ ഓടുന്ന ഇയാൾക്ക് ഇതിലൊരു പരിഹാരവും കണ്ടെത്താൻ കഴിയില്ലെന്ന് നിരാശ നിറഞ്ഞ ചിന്തയോടെ വിഷ്ണു കാറിനടുത്തേക്ക് നീങ്ങി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സിൽ അസ്വസ്ഥതയുടെ വേലിയേറ്റം ഉയർന്നു തുടങ്ങി. കൂട്ടുകാരെ അടുത്ത കവലയിൽ ഇറക്കി യാത്ര തുറന്ന അവൻ മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ തലയിളക്കി. ഇനി മുതൽ നീ വിവേകിനെ കാണാൻ പാടില്ല. വീടിന്റെ പോർച്ചിൽ കാർ വന്നിരുന്ന് കണ്ടപ്പോൾ ചേട്ടനെ സ്വീകരിക്കാൻ വേണ്ടി ചാടിയിറങ്ങിയ ജീവ അപ്രതീക്ഷിതമായ ആ വാക്കേട്ടപ്പോൾ ഒരു നിമിഷം സ്തബ്ധയായി. കുറച്ചുനേരം വിഷ്ണുവിനെ അവിശ്വസനീയതയോടെ നോക്കി നിന്ന ശേഷം അവൾ പതിയെ അവനരികിലേക്ക് നടന്നു. 2 വർഷത്തിന് ശേഷം വന്ന് ഈ ഒരു തമാശ പറയാനാണോ? അവളുടെ ചോദ്യം കേട്ടതും അവൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി, അത് കാര്യമായാലും തമാശയായാലും. കാറിന്റെ ഡ്രൈവർക്ക് വാട കൊടുക്കുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് വിഷ്ണു അങ്ങനെ പറഞ്ഞു. കണ്ട മാത്രമേ തന്നെ തല്ലൂടാൻ കാത്തിരിക്കായിരുന്നോ രണ്ടുപേരും? മക്കളുടെ സംസാരം കേട്ട് ഭാര്യയോടൊപ്പം പുറത്തിറങ്ങി വിശ്വം ചോദിച്ചപ്പോൾ വിഷ്ണു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കൂട്ടുകാരോടൊപ്പം കൂടിയിട്ടാണല്ലോ മോൻ ഇങ്ങോട്ടേക്ക് വന്ന്. അവന് നിറമങ്ങിയ പുഞ്ചിരി കണ്ടതും അമ്മ രാധ പരിഭവത്തോടെ ചോദിച്ചു. ഡ്രൈവറെ പൈസ കൊടുത്ത് പറഞ്ഞയച്ച് അമ്മയോടും അച്ഛനോടും കുറച്ച് സംസാരിച്ച് അവൻ ജീവയുടെ മുറിയിലേക്ക് കടന്നു. ക്യാൻവാസിൽ ചിത്രം പകർത്തുന്ന ജീവയുടെ പിന്നിലായി അവൻ ചെന്ന് നിന്നെങ്കിലും ആ സാന്നിധ്യം അവൾ അറിഞ്ഞിരുന്നില്ല. 2 വർഷത്തോളം ഗൾഫിൽ നിന്നിട്ട് വന്ന തന്നോടധികം സംസാരിക്കാൻ നിൽക്കാതെ ഇവൾ ഇത്ര സീരിയസ് ആയിട്ട് വരക്കുന്ന എന്താണെന്ന് നോക്കിയതും അവന്റെ പെരുവിരലിലൂടെ ദേഷ്യം കുതിച്ച് ഉച്ചിയിലെത്തി. പൊടിമീശക്കാരനായ വിവേകിന്റെ മീശ കറുപ്പിക്കുകയായിരുന്നു അവൾ. ഇത്രയും പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ ജീവ? വിഷ്ണുവിന്റെ ശബ്ദം കേട്ടത് അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞു. ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടു, പക്ഷെ കാര്യം എന്താണ് അറിയാതെ ഞാൻ എന്ത് മനസ്സിലാക്കാനാ ചേട്ടാ? അവളുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ അവൻ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് ചുമരിൽ നിറയെ പതിപ്പിച്ചിട്ടുള്ള വിവേകിന്റെ ചിത്രങ്ങളായിരുന്നു. നിനക്ക് മുഴുത്ത ഭ്രാന്താണോടി? ചുമരിലെ ചിത്രത്തിൽ നിന്ന് കണ്ണെടുത്ത് അവൻ അവളെ പുച്ഛത്തോടെ നോക്കി. പാതിയാവാൻ പോകുന്നവന്റെ പടം വരയ്ക്കുന്ന ഭ്രാന്താണെങ്കിൽ എനിക്ക് മുഴുത്ത ഭ്രാന്ത. അവനോടുള്ള ഭ്രാന്തമായ സ്നേഹം കൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ ചായക്കുട്ടി കിടന്ന് ഉരുണ്ടെന്ന് വരും. ചിരിയോടെ അവൾ അത് പറഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ പിടിച്ചു. നീ കാണിക്കുന്ന സ്നേഹം അവന് നിന്നോടില്ലെങ്കിലോ? വിഷ്ണു ചോദിച്ചപ്പോൾ അവൾ എൻ്റെ കഴുത്തിൽ പിടിച്ചു. ഇല്ലെങ്കിൽ ഞാൻ അവൻ ഇതുപോലെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലും. ചേട്ടൻ കാര്യം പറ. വിഷ്ണു ഒരു നിമിഷം മൗനം പൂണ്ടതിന് ശേഷം കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ അവളോട് തുറന്നു പറഞ്ഞു. ഒരു നിമിഷം അവൾ അവനെ നോക്കി നിന്ന ശേഷം ഒന്നും സംസാരിക്കാതെ തുറന്നിട്ട ജാലകത്തിനരിയിലേക്ക് നടന്നു. നേരത്തെ വന്നുപോയ മഴയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് മരങ്ങൾ പെയ്തു തോരുന്നത് അവൾ നോക്കി നിന്നു. നീ വിഷമിക്കണ്ട, അവനത്രയും സ്വത്തില്ലെങ്കിലും അവനേക്കാളും നല്ലൊരു ചെക്കനെ പിടിച്ചിരുന്നെനിക്കാണ്. വിഷ്ണുവിന്റെ സംസാരം കേട്ടതും അവൾ പുൻസിരിയോടെ തിരിഞ്ഞപ്പോൾ മിഴികളിൽ നിന്ന് 2 ഇറ്റ് നീർ നിലത്തേക്ക് പിടഞ്ഞു വീണു. ആരെ കൊണ്ടുവന്നാലും അത് വിവേകാവില്ലല്ലോ. ജീവയുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമുട്ടി വിഷ്ണു നിന്നപ്പോൾ അവൾ ആ കൈ പിടിച്ചു. ആര് പറഞ്ഞാലും വിവേകിനെ എനിക്ക് അവിശ്വസിക്കാൻ കഴിയില്ല, എൻ്റെ കൺമുമ്പിൽ കാണുന്നവരെ. ദൃഢമാണ് അവളുടെ സ്വരമെന്നറിഞ്ഞവൻ തിരിച്ചു നടക്കാനൊരുങ്ങിയതും പൊടുന്നനെ അവൻ്റെ കൈ പിടിച്ചു ജീവ. കൂട്ടുകാർ പറഞ്ഞ ആ സ്ത്രീയെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അവളുടെ ചോദ്യത്തിന് ഉത്തരമായി അവൻ പതിയെ തലയാട്ടിയപ്പോൾ അവൾ എന്തോ ഓർത്ത് ഓടിച്ചെന്ന് പൊതിഞ്ഞു വെച്ചിരുന്നൊരു ചിത്രമെടുത്ത് അവൻ്റെ അരികത്തേക്ക് മടങ്ങി വന്നു. പൊതിഞ്ഞിരുന്ന ന്യൂസ് പേപ്പർ മാറ്റിയപ്പോൾ ഫ്രെയിം ചെയ്ത ഫോട്ടോ തെളിഞ്ഞു വിഷ്ണു അവിശ്വസനീയതയോടെ അവളെ നോക്കി. വീണ്ടും വിവേകും ആ സ്ത്രീയുമുള്ള ഫോട്ടോയിലേക്ക് അവൻ കുറച്ചു നേരം നോക്കി നിന്നു. ഇത് തന്നെയാണ് ആ സ്ത്രീ? ഇത്രയും സാമ്യതയോടെ വരയ്ക്കാൻ ആ സ്ത്രീയെ നീ കണ്ടിട്ടുണ്ടോ? വിഷ്ണു ചോദിച്ച് അവളൊന്ന് പുഞ്ചിരിച്ചു. കാർമേഘങ്ങൾ ഒഴിഞ്ഞ വാനം പോലെ അവളുടെ മുഖവും തെളിഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല ഈ സ്ത്രീയെ. വിവേക് പറഞ്ഞെന്ന് വെച്ച് വരച്ചതായി ഈ ചിത്രം, വിവേക് അറിയാതെ. അവൾ ആ ഫോട്ടോ ടേബിൾ വെച്ച് അതിലേക്ക് തന്നെ നോക്കി നിന്നു.
ഇത്രയും കൃത്യമായിട്ട് ഓരോ ഭാഗവും പറഞ്ഞു തരണമെങ്കിൽ അവൻ ആ സ്ത്രീയിൽ കാണുന്ന സഹോദരിയാവില്ല. അവൾ പറഞ്ഞപ്പോൾ അവളുടെ സംസാരത്തിൽ ഉദ്ദേശം എന്താണെന്നറിയാതെ അവൻ തലയാട്ടി. കാമുകയും ഭാര്യയാവില്ല, അതൊരു പക്ഷേ കുട്ടിക്കാലത്ത് നഷ്ടമായ അവൻ്റെ അമ്മയായിക്കൂടെ? അവളുടെ ചോദ്യം കേട്ടതും വിഷ്ണുവിൻ്റെ ചുണ്ടിലെ ഒരു പരിഹാസച്ചിരി ഉതിർന്നു. ഇപ്പൊ ചേട്ടൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പരിഹാസം ഉണ്ടല്ലോ. സ്വന്തം അമ്മയെയും സഹോദരിയും സ്വന്തക്കാരായ സ്ത്രീകളെ ഒഴിച്ച് മറ്റുള്ള സ്ത്രീകളെ സ്വന്തമായി കാണാനുള്ള ചെറിയൊരു വിമുഖതയാണ് ആ ചിരിയിൽ ഒളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതൊരു ഗതികേട് കൊണ്ട് മാനം വിറ്റ സ്ത്രീയാണെങ്കിൽ. മുഖത്തടിച്ച പോലെ അവളത് പറഞ്ഞപ്പോൾ വിഷ്ണുവിനെ തൊലിയിരിയുന്ന പോലെ തോന്നി. എല്ലാ കഥകളും വിവേകനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഒരിക്കൽ കുടിച്ച് ബോധം കേട്ടപ്പോൾ അരുണും മനോജും കൂടി അവിടേക്ക് കൊണ്ടുപോയതടക്കം. വിഷ്ണു അവൾ പറയുന്നത് അവിശ്വസനീയതയോടെ കേട്ടു നിന്നു. ഒരിക്കലെങ്കിലും കണ്ടതായി ഓർമ്മയില്ലാത്ത അമ്മയുടെ മുഖമാണ് ആ സ്ത്രീയിൽ കാണുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിഞ്ഞ സന്തോഷം, അത്രയ്ക്ക് സന്തോഷം ഞാൻ ഒരിക്കലും അവനിൽ കണ്ടിട്ടില്ല. പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവളുടെ ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു. എൻ്റെ സമ്മതം കിട്ടിയിട്ടാ അവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. കാരണം അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അവൾ പരിഹാസത്തോടെ വിഷ്ണുവിനെ നോക്കി. നിങ്ങൾ വിവേകമായിട്ട് കൂട്ടിക്കിട്ടിയത് ജാനകിയമ്മയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഒന്നും ചോദിക്കണ്ടായിരുന്നു എന്ന ചിന്തയോടെ വിഷ്ണു തിരിഞ്ഞടക്കാനൊരുങ്ങുമ്പോൾ ആ കൈ പിടിച്ചു ജീവ. നാളെ ജാനകിയമ്മയുടെ പിറന്നാളാണ്. ഒരു പിറന്നാൾ ഇതുവരെ ആഘോഷിച്ചിട്ടുണ്ടാവില്ല ആ പാവം. അതുകൊണ്ട് ഞാനും വിവേകും അത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഫോട്ടോ ആയിട്ട് ഞാൻ പോകുന്നുണ്ട് അവിടേക്ക്. ചേട്ടനും വരണം. വിഷ്ണു അവളെ നോക്കി പുൻസിരിയോടെ തലയാട്ടി. പിന്നെ അരുണിനെയും മനോജിനെയും വിളിക്കണ്ട, അവരിനി ഒരിക്കലും ഫ്രണ്ട്സായി കാണാനാവില്ലെന്നാ വിവേക് പറഞ്ഞിരിക്കുന്നത്. ജീവ പറഞ്ഞത് അമ്പരപ്പോടെ വിഷ്ണു അവളെ നോക്കിയപ്പോൾ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. സ്വന്തം സ്നേഹിതനെ ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വരണമെന്നില്ല. അവളത് പറഞ്ഞപ്പോൾ ഒരു ചിരിയോടെ ചെന്നവൻ അവളുടെ താടി ഉയർത്തി. നിനക്ക് അത്രയും വിശ്വാസമാണോ അവനെ? വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ടതും വാത്സല്യത്തോടെ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവൾ. എൻ്റെ ഗന്ധമല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ ഗന്ധം മറ്റൊരു അർത്ഥത്തിൽ ആ ശരീരത്തിൽ പതിഞ്ഞാൽ അന്ന് അവസാനിച്ചിരിക്കും. വിവേക് എന്ന് കണ്ണിൽ നോക്കി ചങ്കൂറ്റത്തോടെ പറയുമ്പോൾ ഞാൻ എന്താണ് ഏട്ടാ ചെയ്യുക? ചങ്കൂറ്റത്തോടെ പറയുന്ന പുരുഷനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കാനാ? കൊഞ്ചലോടെ പറഞ്ഞിരിക്കുന്ന അവളുടെ മുഖമുയർത്താൻ ശ്രമിച്ചതും അവൾ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. വിവേകിന് അവനേക്കാൾ ഇഷ്ടം എന്നെയാണ്, അതിലേറെ ഇഷ്ടം ജാനകിയമ്മയാണ്. ആ വാചകം കേട്ടപ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നഷ്ടബോധം ഉയർന്നു. ഇത്രയും വർഷം ഒരുമിച്ച് തോളിൽ കൈയിട്ട് നടന്നിട്ടും താൻ കാണാത്ത അവൻ്റെ നന്മകൾ ഇവൾ എത്ര പെട്ടെന്നാണ് കണ്ടെത്തിയെന്ന അത്ഭുതത്തിൽ വിഷ്ണു നിൽക്കുമ്പോൾ അവനിൽ നിന്ന് പിടിവിട്ട് വിവേകിൻ്റെ അടുത്ത ചിത്രം വരയ്ക്കാൻ ഓടുകയായിരുന്നു ജീവ.